എല്ലാ കൂട്ടുകാർക്കും വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 76 രൂപ വിലയുള്ള ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ്. ഈ സ്റ്റോക്ക് ഒരു ബോട്ടം ഫിഷിംഗ് സ്റ്റോക്കാണ്. ബോട്ടം ഫിഷിംഗ് എന്ന് വെച്ചാൽ നമുക്ക് താഴെ സപ്പോർട്ട് ലെവലിൽ നിന്ന് ബൈ ചെയ്യാൻ ഉപയുക്തമാകുന്ന ഒരു സ്റ്റോക്കാണിത്. ആദ്യം പറയട്ടെ, ഒരു ഹൈ റിസ്കി ട്രേഡാണിത്. ഇതിലൊരു 10 രൂപയാണ് നമുക്ക് ഒരു സ്റ്റോക്കിന് റിസ്ക് വരുന്നത്, അതായത് സ്റ്റോപ്പ് ലോസ് ഇടേണ്ട ഒരു പോയിന്റ്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോയിട്ട് സ്റ്റോക്കിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മുടെ സ്റ്റോക്കിൻ്റെ പേരാണ് സാധന നൈട്രോക്യം. നമുക്കിവിടെ കാണാം സാധന നൈട്രോക്യം 76 രൂപയുടെ റേറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതാണ് സാധന നൈട്രോക്യമിൻ്റെ ഇൻട്രാഡേ ചാർട്ട്. ഒരു ഡൗൺ സൈഡിലേക്കുള്ള സ്റ്റോക്കാണ്. നമുക്ക് എല്ലാവരും കണ്ട ഡൗൺ സൈഡിലേക്ക് ആണ് സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്. ഇത് കൂടാതെ 2 പ്രാവശ്യം ഇവിടെ 2 ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഗ്രീൻ ക്യാൻഡിൽ 2 വന്നിട്ടുണ്ട്. പക്ഷെ അത് ഫെയിൽഡായി പോയി. പക്ഷെ ലാസ്റ്റ് ക്യാൻഡിൽ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. വലിയൊരു ക്യാൻഡിലാണ്. അതിൽ അത്യാവശ്യം നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ കാണാൻ പറ്റും വോളിയവും. ആദ്യത്തെ 2 ഗ്രീൻ ക്യാൻഡിൽ അത്ര വോളിയമില്ല, ഇതിൽ അത്യാവശ്യം വോളിയവും ഉണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം വെച്ചാൽ ഈ 2 ക്യാൻഡിലിൻ്റെ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു, അതിന് തൊട്ട് മുമ്പിൽ റെഡ്. ഈ 2 ക്യാൻഡിലും ലോ ഏകദേശം സെയിമാണ്. ഇവിടെ ലോ നമുക്ക് ഇവിടെ ഒരു ലൈൻ വരച്ച് നോക്കാം. അടുത്താവാം ഇതിൻ്റെ ലോ ഏകദേശം സെയിമാണ്. അവിടെ നമുക്ക് ഒരു ലൈൻ അങ്ങനെ വരച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ഒരു ലൈൻ വരച്ചു. ലൈൻ ഒന്ന് നീട്ടി ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ചാർട്ടൊന്ന് ചെറുതാക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലോ കണ്ട് നമ്മൾ നീട്ടി വരച്ചപ്പോൾ ഇവിടെ എന്ത് നമ്മൾ കാണുന്നത്, എന്താണ് ഇവിടെ കാണുന്നത്? അതായത് പ്രീവിയസ് ഒരു സപ്പോർട്ട് പോയിൻ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ അവിടെ തന്നെ നിന്നിട്ട് അത് വലിച്ച് കയറി നേരെ വലിച്ചു കയറി. നമുക്ക് ഈ ചാർട്ടിനെ നമുക്ക് വീക്കിലേക്ക് ഒന്ന് മാറ്റിയാൽ നമുക്ക് വ്യക്തമായിട്ട് കുറച്ചും കൂടി കാര്യം ക്ലിയർ സപ്പോർട്ട് പോയിൻറ്റിൻ്റെ അവിടെ എത്തിയാൽ വലിച്ച് കയറി. അപ്പോൾ നമ്മൾ വീക്കിൽ നോക്കുമ്പോൾ ഒരു ലോങ് ലെഗ്ഡ് ക്യാൻഡിലാണ്. കളർ നോക്കേണ്ട 2-3 ദിവസം കൊണ്ട് ട്രേഡ് ഉണ്ട്, അതുകൊണ്ട് ആണ് ഇത് റെഡ് ക്യാൻഡിലായി. സപ്പോസ് ഇതിൻ്റെ മുകളിൽ ഒരു ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ ഇത് ഗ്രീൻ ക്യാൻഡിലായിട്ട് മാറും. അതിന് 2-3 ദിവസം കൂടിയും ട്രേഡ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു ഡോജി ക്യാൻഡിലോ ഇവിടെ ലോങ് ലെഗ്ഡ് വരാനായിട്ട് സാധ്യത. അപ്പോൾ ഇത് താഴെ ഇത്രയും ഡൗൺ സൈഡ് വന്നിട്ട് താഴെ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണിത്. താഴെ നിൽക്കുന്ന ഒരു സപ്പോർട്ട് പോയിന്റിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ സപ്പോർട്ട് ഏകദേശം 70 രൂപയിലാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട് കാണുന്നത്. 70 രൂപ 70 രൂപയിലാണ് സപ്പോർട്ട് കാണുന്നത്. അപ്പോൾ നമ്മളിത് ഒരു ബൈ എൻട്രിക്ക് പരിഗണിക്കുകയാണെങ്കിൽ 70-ൽ താഴെ ഇൻട്രാഡേ ക്ലോസിങ് വരികയാണെങ്കിൽ, അതപ്പോൾ ഇവിടെ നമ്മൾ ബൈ എൻട്രി പരിഗണിച്ചു വിചാരിക്കും. ഒരു എക്സാമ്പിൾ കയറാനായിട്ട് പറ്റിയില്ല. അവിടെ നിന്ന് 70-ൽ താഴെ ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസിങ് വരികയാണെങ്കിൽ ആ സമയത്ത് ഇത് വിറ്റുമാറണം. കാരണം അപ്പോൾ ഈ സപ്പോർട്ട് ബ്രേക്ക് ആവും. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ വീണ്ടും മാറും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു സപ്പോർട്ട് പോയിൻറ്റിൻ്റെ അവിടെ ടച്ച് ചെയ്തിട്ട് ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ വന്നതുകൊണ്ടാണ് ഇവിടെ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഇതിൽ ഏകദേശം ഇവിടം വരെ ഏകദേശം ഒരു ടാർഗറ്റ് നമുക്ക് ഏകദേശം കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു 84 റേഞ്ച് വരെ നമുക്ക് ഇവിടെ ഒരു ടാർഗറ്റ് കിട്ടാൻ. ഇതിൻ്റെ ചാർട്ട് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം അവിടം വരെ ഒരു ടാർഗറ്റ്, ഇമ്മീഡിയറ്റ് ടാർഗറ്റഡ് പെട്ടെന്നുള്ളൊരു കുതിപ്പിൽ അല്ല ഒരു ക്യാൻഡിൽ 2 ക്യാൻഡിൽ അത് കുതിക്കുകയാണെങ്കിൽ അത്രയും ഒരു ടാർഗറ്റ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഇതൊരു സ്വിങ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം പീരീഡ് ആ രീതിയിൽ പരിഗണിക്കാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ്. ആസ് പെർ നമ്മൾ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ ഫണ്ടമെൻ്റൽ നമ്മൾ നോക്കുന്നില്ല. കാരണം ഇത് ഒരു സപ്പോർട്ടിൽ നിന്നിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് ഒരു അപ്സൈഡിലേക്ക് മൊമെൻറ്റം കാണിക്കുവാനുള്ള ഒരു ടെക്നിക്കൽ റീസൺ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റോക്ക് നോക്കുന്നത്. അല്ലാണ്ട് ഫണ്ടമെൻ്റൽ സൈഡിലേക്ക് നമ്മളത് പോയിട്ടേ ഇല്ല. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു വ്യൂ ഉള്ളത്. നമ്മളെ സപ്പോർട്ട് പോയിൻ്റ് ഒരിക്കലും മറക്കരുത്. കൃത്യമായിട്ട് 70 രൂപയിലൂടെ നമ്മളെ സപ്പോർട്ട് പോയിൻ്റ് നമുക്ക് ഏകദേശം ഒരു 84 വരെ ഒരു ടാർഗറ്റും ഇതിൽ കറണ്ട് ലെവലിൽ നിന്ന് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു ബോട്ടം ഫിഷിംഗ് സ്റ്റോക്ക്. അതായത് നമ്മൾ സപ്പോർട്ട് പോയിന്റിൽ നിന്ന് ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നപ്പോൾ ബൈ ഓപ്പർച്യൂണിറ്റിക്ക് പരിഗണിക്കുന്ന ഒരു സ്റ്റോക്ക്. അതാണ് ബോട്ടം ഫിഷിംഗ് സ്റ്റോക്ക്.
അപ്പോൾ അതിൽ റിസ്ക് ഫാക്ടർ ഉണ്ട്, നല്ല രീതിയിൽ. മേ ബി അത് താഴ്ന്നിട്ട് സപ്പോർട്ട് ബ്രേക്ക് ആവുകയാണെങ്കിൽ വീണ്ടും നല്ല രീതിയിൽ താഴേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രമേ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ഇതിന് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടേതായ നല്ല അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോ അല്ലെങ്കിൽ ബ്രോക്കറുമായോ സംസാരിച്ചിട്ട് മാത്രം ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി എടുക്കുക. അപ്പോൾ ചാർട്ട് പാറ്റേണിൽ ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ വ്യൂവിൽ കണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.